കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. 10,000-കണക്കിന് സ്ത്രീകളും നേരിട്ടും അല്ലാതെയും പൊങ്കാലയിൽ ഭാഗമായി. സീരിയൽ താരവും ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയവുമായ അനുമോളും ഇത്തവണയും മുടങ്ങാതെ എത്തി ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു. അമ്മയും സഹോദരിയും താരത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ ദേവിയെ കാണുന്നതിനേക്കാൾ അനുവിൻ്റെ ജീവിതത്തിൽ ഭാഗമായി മാറിക്കഴിഞ്ഞു ആറ്റുകാൽ ക്ഷേത്രം. എല്ലാ വർഷം പോലെ തന്നെ ഈ വർഷവും പൊങ്കാല അനുഭവവും നല്ലതായിരുന്നു. ഇപ്രാവശ്യം സൗകര്യം എല്ലാവർക്കും കുറച്ച് കൂടി കിട്ടി എന്ന് തോന്നുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാ സൗകര്യവും ഗവൺമെൻറ് ഒരുക്കി തന്നിട്ടുണ്ട്. കുറച്ച് സ്പെഷ്യലായി തോന്നി ഈ വർഷം. ബിഗ് ബോസ് വിന്നറായതിനു ശേഷം ആദ്യത്തെ പൊങ്കാലയാണ്. പല ഭാഗത്തു നിന്നും വന്ന അമ്മമാരും അവരൊക്കെ തന്നെ എന്നെ കാണാനുള്ള ആഗ്രഹവും തുറന്നു പറഞ്ഞു. അവരൊക്കെ അടുത്ത് വന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു. വീടിനടുത്ത് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ എത്തി. സിനിമയൊന്നും തന്നെ വിളി ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഏഷ്യാനെറ്റ് തന്നെ പുതിയൊരു പ്രോഗ്രാം വരാൻ പോകുന്നത്. അത് ഉടനെ തന്നെ തുടങ്ങും. പിന്നെ വേറെ പ്രോഗ്രാമുകളിലെല്ലാം തന്നെ കാര്യവുമുണ്ട്. അതൊക്കെയായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തവണയും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ആഗ്രഹങ്ങളിലൂടെ പുറത്തു തന്നെയാണ് നമ്മളെല്ലാവരും പൊങ്കാലിടുന്നത്. എൻ്റെ സുഹൃത്തുക്കളെയും ഇവിടെയല്ല പൊങ്കാലിടുന്നത്. ഒരുപാട് സ്ഥലങ്ങളിലും അവർ വേറെ വേറെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ പൊങ്കാല അറിയപ്പെടുന്നത്. പക്ഷേ എനിക്ക് പൊങ്കാല താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ആറ്റുകാൽ പൊങ്കാലിടാം എന്നതാണ്. ചെറിയ പ്രായം മുതൽ അമ്മയുടെ കൂടെ പൊങ്കാലിടാൻ ഞാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുതലാണ് പൊങ്കാലിട്ട് തുടങ്ങിയത് എന്ന് എനിക്ക് ഓർമ്മയില്ല. തന്നെപ്പോലെ തന്നെ ഇടാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അനു. പൊങ്കാല അനുഭവം പങ്കിട്ട് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അനുവിൻ്റെ മറുപടിയും ഇങ്ങനെയായിരുന്നു: എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നെ ഒന്ന് കെട്ടിച്ചു വിടണമെന്നുള്ളത്. വിവാഹം നടക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ മാത്രം പോരല്ലോ. നമ്മുടെ തലയിൽ വിധിച്ചത് മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. അതുകൊണ്ട് അതൊരു നിമിഷമാണ്, അതൊരു നിമിത്തമാണ്. സമയമാകുമ്പോൾ നടക്കുമെന്നാണ് അനുമോളും വ്യക്തമാക്കിയത്. ബിഗ് ബോസ് എന്ന സമയത്ത് സഹമത്സരാർത്ഥിയായിരുന്ന അനീഷ് അനുവിനോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അനുത് നിരസിച്ചു. സഹോദരനെ പോലെ കണ്ടൊരു നല്ല വ്യക്തിയാണ്, പ്രണയിക്കാൻ തനിക്ക് കഴിയില്ല എന്നായിരുന്നു അനുവിൻ്റെ മറുപടി. ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം അനുവും അനീഷും നല്ല സുഹൃത്തുക്കളും മാത്രമാണ്. 2 വർഷം കഴിയാതെ വിവാഹം ഉണ്ടാകില്ല എന്നാണ് ബിഗ് ബോസിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ എല്ലാം അനു തുറന്നു പറഞ്ഞത്. താരത്തിൻ്റെ വിവാഹം മാതാപിതാക്കളുടെയും വലിയൊരു സ്വപ്നം തന്നെയാണ്. മുൻപ് സിനിമാ ജീവനക്കാരൻ ജീവനുമായി പ്രണയത്തിലാണ് എന്ന തരത്തിലും ഒരുപാട് വാർത്തകളും അനുവിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊന്നും തന്നെ വലിയ രൂപത്തിലുള്ള മറുപടിയും അനുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് അനുവിന് ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.